നമ്മുടെ മലയാള സിനിമയ്ക്ക് ഇതെന്താണ് സംഭവിക്കുന്നത്? ഈ വർഷം ഏറെക്കുറെ 100 സിനിമയ്ക്ക് മേലെയാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തത്. എന്നാൽ അതിൽ നിന്നും വെറും 10 സിനിമകൾ മാത്രമാണ് ഹിറ്റായത്. ഈ വർഷം ആദ്യം വൻ ഹൈപ്പിൽ റിലീസ് ചെയ്തൊരു സിനിമയായിരുന്നു ചത്താ ബച്ച. എന്നാൽ സിനിമയുടെ ഹൈപ്പിനൊത്ത റെസ്പോൺസും കളക്ഷനും ഒന്നും സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല. സിനിമയുടെ മെയിൻ നെഗറ്റീവായിട്ട് പറയുന്നത് മമ്മൂട്ടിയുടെ ക്യാമിയോ റോള് തന്നെയാണ്. അതുപോലെ റീസെന്റ് പുറത്തിറങ്ങിയ ബാലൻ, അനന്തൻകാട്, മോളിവുഡ് ടൈംസ് എന്നീ 3 സിനിമകൾ തിയേറ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത ലെവലിൽ കളക്ഷൻ ഒന്നും നേടിയെടുത്തില്ല. ബാലനും മോളിവുഡ് ടൈംസും ഒക്കെ കണ്ടവർക്ക് അറിയാം സിനിമയുടെ റേഞ്ച് ഏറാന്നുള്ളത്. എന്നാൽ ഇതിലൊന്നും പെടാതെ സർപ്രൈസ് ആയിട്ട് വന്നിട്ട് 50 കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുത്ത സിനിമയായിരുന്നു മോഹിനിയാട്ടം. റീസെന്റ് പുറത്തിറങ്ങിയ പൃഥ്വിരാജിന്റെ ഐ നോബഡി പോലും തിയേറ്ററിൽ കൂപ്പുകുത്തി വീഴുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ വർഷം പുറത്തിറങ്ങിയ ഏറ്റവും വലിയ ബോംബ് പടമായിരുന്നു മമ്മൂട്ടിയുടെ പേടി. നല്ലൊരു മെസ്സേജ് തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ സിനിമയുടെ എക്സിക്യൂഷൻ പാളിപ്പോയെന്ന് തന്നെ വേണം പറയാൻ. എന്തൊക്കെ ആയാലും ഇനിയും ഇങ്ങനത്തെ അണ്ടർ റേറ്റഡ് സിനിമകൾ തിയേറ്ററിൽ വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സിനിമകളെല്ലാം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ കണ്ടന്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കുക.